നിങ്ങളെ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിക്കണം, സ്റ്റേജിലേക്ക് ക്യാമറ ഒന്ന് തിരിച്ചു നോക്കൂ. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. എന്താണ് അവിടെ ഇരിക്കാനുള്ള മാനദണ്ഡം? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിരന്നു നിൽക്കുന്ന വേദിയിൽ ഒരു വേർതിരിവ് കാണിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രം അവിടെ ഇരുത്തിയത്? രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരിനും കൈകൊടുത്ത മോദി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാർക്ക് കൂപ്പുകൈ കൊടുത്തു. ക്യാമറയുടെ തിരിച്ചു നോക്കൂ. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇതിൽ നോക്കേണ്ട കാര്യം, രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ ഉദ്ഘാടന പരിപാടിയിൽ സ്റ്റേജിൽ ഇരിക്കുന്നതിൽ ക്ഷണിച്ചിരിക്കുന്ന ഒരു തെറ്റില്ല. എന്നാൽ ഒരു പാർട്ടിയുടെ മാത്രം സംസ്ഥാന അധ്യക്ഷനെ വിളിച്ച് സ്റ്റേജിലിരുത്തുന്നു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ധനകാര്യമന്ത്രി ഉൾപ്പെടെ സദസ്സിലാണ് ഇരിക്കുന്നത്. അത് മന്ത്രിമാർ ആരൊക്കെ ഇരിക്കണം നേരത്തെ തീരുമാനിച്ചാലും ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. ഞങ്ങൾ അവിടെ സദസ്സിലിരിക്കാൻ തയ്യാറാണ്. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ല. എന്നാൽ ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ്, മുൻ മന്ത്രി MLA കൂടിയാണ്, അദ്ദേഹം സദസ്സിലുണ്ട്. നേരന്നെ അല്ല, അത് ഇത്ര കഷ്ടായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? അപ്പോ അത് ഒക്കെ അതിന്റെ ക്രൈറ്റീരിയ പ്രകാരം നടക്കട്ടെ. എന്നാൽ എന്താണ് BJP സംസ്ഥാന അധ്യക്ഷന് ഇവിടെ ഈ സ്റ്റേജിൽ നേരത്തെ തന്നെ വന്ന് ഇരുന്ന് മുദ്രാവാക്യം വിളിക്ക് നേതൃത്വം കൊടുക്കുകയാണ്? എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. രാഷ്ട്രീയ അല്പത്തരല്ലേ? രാഷ്ട്രീയ അല്പത്തരായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലേ? ഉള്ളു മുഴുവൻ വിങ്ങിപ്പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസും BJPയും ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് എടുത്തത്. ഒരുപാട് നാളായാലേ താൻ ഈ മൊമെന്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു. കുറച്ച് ലേറ്റ് ആയി പോയിന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. സംസ്ഥാന മന്ത്രിസഭയിൽ ഏതൊക്കെ മന്ത്രിമാർ സ്റ്റേജിൽ ഇരിക്കണമെന്ന് എല്ലാ മന്ത്രിമാരും പോയി സ്റ്റേജിൽ ഇരിക്കേണ്ട, സദസ്സിലിരിക്കുക, അതിലൊന്നും ഒരു തെറ്റുമില്ല. ആടാഞ്ഞിട്ടൊന്നുമല്ല, മനഃപൂർവ്വം വന്നിരുന്നോന്ന് എനിക്കറിയാം. എന്നാൽ ധനകാര്യമന്ത്രി ഉൾപ്പെടെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി, അതേ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രം, മറ്റൊരു ജനപ്രതിനിധി ഒന്നുമല്ല വേദിയിലിരുത്തും. ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, രാഷ്ട്രീയ അല്പത്തരമാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി. താൻ കുറെ നേരം എന്റെ പുറകെ എവിടെയെങ്കിലും കൊണ്ടുവെക്കണോ? എവിടെ കൊണ്ടുവെക്കാനാ? എന്റെ നെഞ്ചത്തൊക്കെ അങ്ങോട്ട് വെച്ച്